പിന്നെ പഴയതുപോലല്ല കേട്ടോ, പഴയതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അടിക്കാരും പഴയ അടിക്കാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക്. അതായത് പണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ ബാറ് കള്ളു കുടിച്ചു അല്ല കഞ്ചാവ് അടിച്ചു, എന്ത് ചെയ്താലും നമ്മൾ ഈ മുക്കിന് നിന്നുള്ള അടികളില്ലേ, കഞ്ചാവ് തന്നെ എടുക്കാം. ആ അടിക്കകത്ത് പണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലരും അവിടെ നിന്ന് നാട്ടിലെ കാര്യങ്ങൾ പറയും, ചില പൊരുത്തം പാടും, രാഷ്ട്രീയം പറയും, ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ചിലപ്പോൾ ഇവർ ഇറങ്ങി അങ്ങോട്ട് നടക്കും. ഞാൻ നടക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് വേറൊരു രാഷ്ട്രീയം പറയുന്നത്, അവരും അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവർ തമ്മിൽ അടിയും ബഹളമൊക്കെ സ്ഥിരം മുക്കിന് അടി നടക്കുകയാണ്, അല്ല ബാറിലടി. ഇപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ അടിച്ചു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, റീൽസ് പൊട്ടൻ ഇതാരാ മൈത്രേനും മൈത്രേനുള്ളി ഇങ്ങനെ ഇരുന്ന് പൊട്ട റീലൊക്കെ കണ്ടിട്ടാണല്ലോ. പിന്നെ അല്ലേ ഇങ്ങനെ ഇരുന്നു അവിടെ സ്പീക്കർ ഇവിടെ വെച്ചുകൊണ്ട് ഇതും കേട്ടിക്കൊണ്ട് അവിടെ എവിടെയെങ്കിലും കുത്തി പിടിച്ചിരിക്കും. ആ ശല്യം അങ്ങനെ ഒഴിവായത്. ഇവർക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കൃത്യമായിട്ട് അടിക്കാൻ തന്നെ ഒരു ദിവസം അങ്ങ് ആൾക്കാർ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പാർട്ടീസ് നടക്കുമ്പോൾ യൂറോപ്യൻസ് ഒക്കെ അവിടെ വരും. അത്രയും ദിവസം കട്ടപ്പണി എടുത്തിട്ട് നടക്കുന്നവരാ. അവരല്ലാതെ രാവിലെ തൊട്ട് കഞ്ചാവടിച്ച് നടക്കുന്നവരല്ല അവിടെ വന്ന് ഈ കിടന്ന് തുള്ളുകയും മതിക്കുകയൊക്കെ ചെയ്യുന്നത്. സകല ഡ്രഗ്സ് അടിക്കും അവര്. അവരടിക്കുന്ന ഡ്രഗ്സ് നമ്മൾ അടിച്ചാൽ ചത്തു. അവരടിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. കാരണം സാഹിബിന്റെ എനർജിയും അവന്റെ ആരോഗ്യമൊക്കെ വേറെയാണ്. ഇമ്മാരിതൊക്കെ നല്ലോണം അടിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് ഫുൾ അടിച്ചാലും അവിടെ ഒരു അടി നടക്കത്തില്ല, ഒരു കച്ചറ ഉണ്ടാകത്തില്ല. അവിടെ താൻ എവിടെയെങ്കിലും പോലീസിനെയോ അല്ലെ ബൗൺസേഴ്സിനെ കാണുന്നുണ്ടോന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ നേരെ എടുത്തിട്ട് ടുമോർലാൻഡ് മറ്റേ പാർട്ടീസ് ഉണ്ടല്ലോ, റേവിനകത്ത് നോക്കിയാൽ പല വേഷത്തില്, പല രൂപത്തില്, പല ഡാൻസ് കളിക്കുന്നവര് ഒരാടെ ദേഹത്ത് പോലും തട്ടാതെ അവിടെ പറമ്പിലൊക്കെ കിടന്ന് കളിക്കുന്നതാണ് ഓരോരുത്തര്. ഒരു പോലീസും വേണ്ട. ഇവിടെ ഉള്ളവരൊരു ഒരു പാട്ടച്ചാരായി കഴിച്ചിട്ട് വേറെ കച്ചറ റമ്മൊക്കെ മേടിച്ചടിച്ചിട്ട് ജവാനം മേടിച്ചിട്ട് അടിച്ചിട്ട് ഏതെങ്കിലും അമ്പലപ്പറമ്പ് വന്നിട്ട് മുന്നിൽ കിടന്ന് ഇഴയുന്ന കണ്ടിട്ടുണ്ടോ, ചെളിക്കകത്ത് കിടന്ന്. എന്നിട്ട് പോട്ടെ, അവിടെ ഒരു അടിയും പൊട്ടും, അല്ലെങ്കിൽ ഒരു ആനയ്ക്ക് മാത്രമുള്ളത്. ഉടനെ ഒരു ആന വന്ന് ചവിട്ടിക്കൊല്ലും. ഇവിടെ ഇതിലും വലിയ പാർട്ടി നടക്കുന്നത്. അവിടെ ഇതിലും കൂടുതൽ ഡ്രഗ്സ് അടിക്കുന്നവരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഡ്രഗ്സിന് മാത്രം അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഡ്രഗ്സിന്റെ കുഴപ്പമല്ല പകുതിയും, ഇത് ഉപയോഗിക്കാൻ അറിയാത്തവന്റെ കിട്ടിയ പ്രശ്നമാണ്. അവനത് ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് മൈത്രേയും പറയുന്നതിനകത്ത് ഒരു കാര്യം അതാണ്. ഇവരിത് ഉപയോഗിക്കാൻ പഠിച്ച് ഇവർ അതുപോലത്തെ സാധനങ്ങളിൽ പോയി ബിഹേവ് ചെയ്യുകയും ചെയ്യും. മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധനം അല്ല ഇത്. നമുക്ക് എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടിക്കുക, ചിരിക്കുക, ഉല്ലസിക്കുക, സന്തോഷിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അടിക്കരുത്. ഇപ്പൊ പോട്ടെ, അവിടെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിക്കരുത്. അവർക്ക് ആ മൂഡില്ലെങ്കിൽ അവരുടെ ഡെസ്പോ അല്ലെ എന്തെങ്കിലും സീനാണ് അവർ അടിച്ചിട്ട് അവിടെ പോയാലും അവർക്ക് രസിക്കത്തില്ല. ഇത് തന്നെ ചിലപ്പോൾ അവരുടെ മെക്കിട്ട് കയറാൻ തോന്നുന്നത് ഞങ്ങൾക്ക്, അല്ല അവിടെ ചെന്ന സങ്കടം വരികയും ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ പേര് അടിക്കുന്നത്. അല്ലാതെ ഇത് മെഡിക്കലായിട്ട് യൂസ് ചെയ്യണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഓവർഡോസ് ആയി പോകും. ഓവർഡോസ് അടിച്ചാൽ പോയി. അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസ് വീക്ക് ആവും, നെർവസ് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് നെർവ്, ഒന്ന് ബ്രെയിൻ, ഈ രണ്ട് സ്ഥലത്തോട്ടാണ് പോകുന്നത്. പിന്നെ കിഡ്നി, ലിവർ, ലങ്സ്, പിന്നെ ഗ്യാസ്ട്രോ, എല്ലും പോകുന്നു അല്ലേ? പോണോ? അവർക്ക് പോണം, ഞാനും പോവാ. ബൈ. ഞാനെങ്ങനെ അവര് പറഞ്ഞ ഞാൻ പോവും. അങ്ങനെയൊക്കെ ഇവര് നമ്മളെങ്ങനെ എല്ലാം എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയല്ലോ. ഇവർ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്ന കാണാൻ പറ്റില്ല. അവരെ ക്യാമറ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. നമ്മളോട് എപ്പോഴും ഒത്തിരി ആൾക്കാരെ കാണൂടെ. പിന്നെ ഞാനങ്ങനെ പുറത്ത് പറയാതെ എനിക്ക് കൂട്ടുകാരില്ലെന്നൊക്കെ ഇവരുടെയൊക്കെ വിചാരം. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ്. വേറെന്താ, ഡ്രഗ്സിനെ പറ്റി പറഞ്ഞ തീരത്തിലുള്ളൂ. കിലോ കണക്കിന് ഡ്രഗ്സ് വരുന്ന സ്ഥലത്ത് ഒരു 1/2 കിലോ ഡ്രഗിനെ പറ്റി പറയാതിരിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ സ്കൂള് പരിസരത്ത് ഇത് കിട്ടരുത്. അവിടെ നിർബന്ധമായും പോലീസ് നോക്കി നിൽക്കണം. അല്ലാതെ എന്റെ വീട്ടിലല്ല മൈരെ വരേണ്ടത്. നീ അവിടെ അത്രയും നടക്കുന്ന അറിഞ്ഞിട്ട് നിനക്ക് നാണം ഉണ്ടോടാ എന്റെ വീട്ടിൽ വന്ന് കയറാൻ? അത് ഇത്രയും പെർഫെക്റ്റ് ആൻഡ് ഓക്കെ ആയ ടാരന്റെ കോണന്റെ ബാക്ക് ആയിട്ടിരിക്കുന്ന എന്നെ വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ മണ്ടന്? കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന അന്ന് മുതൽ എന്നെ കഞ്ചാവ് വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും വിചാരം ഞാൻ കഞ്ചാവ് ആണെങ്കിൽ ഇന്ന് കഞ്ചാവ് അടിക്കുന്നവർ വളരെ മാന്യന്മാരാണെന്ന് കൊച്ചു കുട്ടികൾ തെറ്റിദ്ധരിക്കും. എന്നെ കണ്ട മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കഞ്ചാവ് അടിച്ചിട്ട്, അതായത് ഞാൻ ഡെയിലി 2-3 വീഡിയോ ഇടും. എല്ലാ വീഡിയോയ്ക്കും കഞ്ചാവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഞ്ചാവ് അടിക്കുന്നതിന് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ കഞ്ചാവിന് എന്താ പ്രശ്നം? എനിക്കെന്തോലും കുഴപ്പമുണ്ടോ? ഞാൻ എവിടെയെങ്കിലും മിസ്ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കച്ചറ ഉണ്ടാക്കുന്നുണ്ടോ? വണ്ടി സ്പീഡിൽ ഓടിക്കുന്നില്ല, തല്ലുണ്ടാക്കുന്നില്ല, അലമ്പുണ്ടാക്കുന്നില്ല. മുടിയും താടിയുണ്ട്. അത് അന്നും ഇന്നും ഒക്കെ ഉണ്ട്. എനിക്ക് ചിലപ്പോൾ മുടി വെട്ടാൻ തോന്നുന്നു, ഞാൻ മുടി വെട്ടാറുമുണ്ട്. അത്രയും ദിവസം ഞാൻ കഞ്ചാവ് അടിക്കത്തില്ലെന്നാണ് ഇവര് വിചാരിച്ചത്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? മുടി വെട്ടുമ്പോൾ തന്നെ കഞ്ചാവടി വെട്ടിയിട്ടേ മുടി വെട്ടത്തുള്ളൂ. മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ കഞ്ചാവ് അടിക്കാൻ പറ്റില്ല. കാരണം കഞ്ചാവ് അടിച്ച കിക്ക് കിട്ടത്തില്ല. കാരണം മുടി ഉണ്ടെങ്കിലേ കിക്കുള്ളൂ. മുടിയും താടിയില്ലാത്തവർക്ക് എന്ത് കിക്ക്? അങ്ങനത്തെ മണ്ടത്തരമൊക്കെയാണ് നടക്കുന്നത്. സ്കൂളിൽ കിട്ടരുത്. അതല്ലാതെ പിള്ളേരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കുട്ടി ജനിച്ച് വളർന്ന് അവനെ നശിച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം എടുക്കുന്ന സാധനം കഞ്ചാവ്. അല്ലെങ്കിൽ എന്ത് ഡ്രഗ്സ് ആണെങ്കിലും എന്തെങ്കിലും സാധനമാണെങ്കിൽ എല്ലാം അടിക്കും. എങ്ങനെയാണെന്നറിയോ?
വളരെ നീറ്റായിട്ട് അവനറിയാം അവന് വേറെ പ്രശ്നം ഉണ്ടായിട്ട് അടിക്കുന്നില്ലെന്ന് അവനറിയാം. ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ അടിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ അടിക്കും. അവരടിക്കുമ്പോൾ ആ മൂടേ വരത്തുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഡെയിലി ഇത് അടിക്കാനും പോകുന്നില്ല. കാരണം അവനത് അറിയാം, ആ സമയത്ത് അടിച്ചാൽ ഒരു രസമുള്ളതെന്ന് അവന് മനസ്സിലാവും. മറ്റവർക്ക് അതല്ല, ഡെയിലി വേദനയാണ്, എങ്ങനെ പെയിൻഫുള്ളാ, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല. അവനോട് ആരും മിണ്ടാൻ പോലും കാണത്തില്ലല്ലോ. ആകെ ഈ അടിക്കമ്പനിയെ കിട്ടത്തുള്ളൂ. ഈ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകം നിന്ന് ഡ്രഗ് മാഫിയക്കാർക്ക് തപ്പിയെടുക്കും. പെഡ്ലേഴ്സ് കൊണ്ടുപോയിട്ട് ഇവരെ തപ്പി പിടിച്ചിട്ട് ഇച്ചിരി ടെൻഡൻസി ഉള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവനെ കൊണ്ട് അവന്റെ കാശ് കൊടുത്ത് മേടിപ്പിച്ചിട്ട് ഇവന് ഫ്രീ അടിക്കാം. അപ്പോൾ എനിക്കൊരു 5 പൊതി കൊടുത്താൽ 1 പൊതി ഫ്രീയാ. അല്ലെങ്കിൽ 5 ആംബിളാണ് കൊണ്ടുവരുന്നെങ്കിൽ 1 ആംബിൾ എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് 5 ആംബിൾ വിൽക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ നോക്കും ഇതിനകത്ത് ഈ 5 പേര്, ഇവൻ കൊള്ളാം, ഇവനെ കണ്ടറിയാം, ഇവൻ അടിക്കാരനാകും, നാളെ ഒരു അടിക്കാരനാകാൻ സാധ്യതയുണ്ട്. കാരണം അവന്റെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവന്റെ അപ്പൻ ഗൾഫിലാ, അമ്മ മാത്രമേ ഉള്ളൂ. അല്ല, അമ്മ ഒറ്റയ്ക്കാ. അപ്പൊ ഇവനെ വളർത്തുന്നത് അത്ര ശരിയാവില്ലെന്ന് മനസ്സിലായി. ചില വല്യമ്മയും വല്യപ്പനും മാത്രം വളർത്തിയ വീടുകളിൽ നോക്കുക, എല്ലാം ഡ്രഗ്സ് അടിക്കുന്ന പിള്ളേരായിരിക്കും കൂടുതൽ. കാരണം അവർക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട്, പേരൻസ് ഇല്ല. അന്നൊക്കെ ഒത്തിരി പേര് ഇങ്ങനെയുണ്ട്. പിന്നെ ഹോസ്റ്റൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ സൂപ്പർ. കൊച്ചുമക്കൾ ഒട്ടും ശ്രദ്ധിക്കരുത്. വല്യപ്പനും വല്യമ്മ വളർത്തിയാൽ പോയി. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന സ്ഥലത്തെല്ലാം ഈ അളിയന്മാരെത്തും, അവനെ കമ്പനി അടിക്കും പുറത്തൊക്കെ വെച്ചിട്ട്. അടിക്കണം, പൊളിയല്ലേ മച്ചാണ് ഒന്ന് അടിച്ച്, ആഹാ നാളെ തൊട്ട് സന്തോഷം കൂടുക. പിന്നെ ലാസ്റ്റ് വല്യപ്പനെയും വല്യമ്മയും കൂടെ തല്ലി കൊന്നു കഴിയുമ്പോഴത്തേന് ആ പടം തീരും. എൻഡ് ശുഭം. തുടരും, അവൻ തുടരും, അവൻ അടി തുടരും, ഞാൻ അടി തുടരും എന്ന് ഫീച്ചർ വരും. അന്നല്ല കഞ്ചാവിന്റെ ദോഷവശമല്ല ഈ കാണുന്നേ. ഇത് ഈ സമൂഹത്തിൽ മനുഷ്യന് ഈ കുട്ടികളെ വളർത്തുന്നതിന്റെ ദോഷവശങ്ങളാണ് ഈ കാണുന്നത്. പേരന്റിങ് അല്ലേ? പേരന്റിങ്ങിനെ പറ്റി പറയാൻ അടുത്ത ദിവസം ഇതുപോലത്തെ ആൾക്കാരൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന്റെ അവസാനമാണ് ഈ സാധനം കയറ്റി ആരെങ്കിലും അടിച്ചു പോകുന്ന പാവങ്ങളെയൊക്കെ പിടിച്ചിട്ട് അവൻ വലിയ കഞ്ചാവടിക്കാരനാണ്, വേറെ വലിയ കഞ്ചാവടി കച്ചവടക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമൊക്കെ നാണം കിട്ടും, നാറിപ്പോവും. അവർക്കൊരു വിലയില്ലേ? കേരള പോലീസിന്റെ ഇങ്ങനെ ഇവിടെ കേരളത്തിലുള്ള ഇത്രയും പിടുത്തം. ഇവിടെ ഉള്ളവർക്ക് ഇത് കേൾക്കാൻ ഭയങ്കര രസം ഈ വാർത്തകളിലെ. അപ്പൊ സെലിബ്രിറ്റീസിനൊക്കെ പിടിക്കുമ്പോൾ വാർത്തയാക്കാമല്ലോ, അവനെ പിടിച്ചു ഇവനെ പിടിച്ചു, ഭയങ്കര കഞ്ചാവ് വേട്ട. കഞ്ചാവ് വേട്ടയാണ് നടക്കുന്നത്. കഞ്ചാവ് വേട്ടയെ പറ്റി നമ്മളൊരു കോമഡി പറഞ്ഞല്ലോ. എടാ ഇപ്പഴത്തെ ഈ വേട്ട കഴിഞ്ഞാൽ നടന്നേക്കെന്നറിയോ? കഞ്ചാവ് വേട്ട നല്ലപോലെ വേട്ട നടത്തി. ഇനിയിപ്പോ ഒരു 6 മാസമോ 7 മാസമോ എടുക്കും. കാരണം അടുത്ത് ഈ കഞ്ചാവ് ചെടി വളർന്ന് വന്ന് അത് പൂത്ത് അതിന് ഈ ചാക്കിലൊക്കെ ആക്കി ഉണക്കി അത് നമ്മുടെ നാട്ടിൽ എത്തണ്ടേ? അതുവരെ നമ്മൾ സേഫ് ആണെന്ന് മനസ്സിലായോ? കണ്ടത് കൊണ്ടൊന്നും എല്ലാം പിടിച്ച് കത്തിച്ച് കളഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അത് അവർക്ക് താമസിക്കുന്ന പോലെ ഇരിക്കും ഇവിടെ. അല്ലാതെ ഇവർക്കൊന്നും ഇല്ല. ഇവരിപ്പോഴും എന്തുകൊണ്ടാണ് പിടിക്കുന്ന? ഇത് നാണമില്ല ഇങ്ങനെ പിടിക്കാൻ. അയ്യേ, എല്ലാ ദിവസവും ബസ്സേ കയറി പിടിക്കുന്ന സവാദും ഈ പോലീസുകാർ എന്നും ചെന്ന് പിടിക്കുന്ന ഇവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അവൻ വേറെണ്ണത്തെ പിടിക്കുന്നു, ഇമാർ യുവത്തെ പിടിക്കുന്നു. ഇതിനകത്ത് ആര് പിടിക്കുന്ന ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സവാദ് പിടിക്കുന്ന ഇഷ്ടം. അത്രേ ഉള്ള നാളെ ഇതെന്തിനും രോഗം വല്ലോ ആണ്. സവാദിന് എന്തെങ്കിലും അങ്ങനത്തെ അസുഖമാണെന്നെങ്കിലും പറയാം. ഇങ്ങനെ പിടിക്കുന്നത് പോലീസുകാർക്കെല്ലാം പൊതുവെ ഒരു അസുഖമുണ്ടോ? ഇതുപോലത്തെ ചെന്ന് പിടിച്ചോണ്ടേയിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും നിർത്താൻ പറ്റാത്ത ഇത്രയും കൊല്ലമായിട്ട് പറ്റുന്നില്ല. വർഷം കുറേ കഞ്ചാവ് ബാൻ ചെയ്തിരിക്കുന്നത് 82, 86 ആ കാലഘട്ടത്തിലൊക്കെയാ. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഇപ്പൊ 45 വർഷമായി. പിടുത്തുവാ, പിടിച്ചു മടത്തല്ലേടേ. പിടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല രായപ്പ. അപ്പൊ ശരി, ബൈ.